ന്യൂസ് അപ്ഡേറ്റ് ടുഡേയിലേക്ക് സ്വാഗതം. കാലിഫോർണിയയിൽ ശക്തമായ കാട്ടുതീ പടരുന്നു. മരണം 11ആയി, 13 വരെ കാണാതായി. ഹോളിവുഡ് സാമ്രാജ്യങ്ങൾ അഗ്നിക്കിരയായി. ലോസ് ആഞ്ചലസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീയെന്ന് റിപ്പോർട്ട്. മരിച്ചവരുടെ എണ്ണം 11ആയി. ചൂട് കാറ്റ് പടരുന്നതിനാൽ 5 താണ്ഡവമാടുകയാണ് കാട്ടുതീ. ശരാശരി 6% മാത്രമാണ് അണയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുവരെ. കാട്ടുതീക്ക് ഭക്ഷണമായത് 34 ഏക്കർ. 10,000-ലേറെ കെട്ടിടങ്ങൾ കത്തിനശിച്ചു. 1,80,000 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 2,00,000-ലേറെ ആൾക്കാരെ ഒഴിപ്പിക്കും എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സാഹചര്യം മുന്നോട്ടു പോകുന്നത്. 15,000 കോടിയോളം ഡോളർ നഷ്ടമെന്ന് കണക്കാക്കപ്പെടുന്നു. ഒട്ടേറെ പ്രമുഖ ആഡംബര വസതികൾ കത്തിനശിച്ചു. ഏറ്റവും കൂടുതൽ അഗ്നി കാർന്നു തിന്നത് പസഫിക് പാലിസ് മേഖലകളിൽ നിന്നാണ്. അവരുടെ ചർച്ചും പൂർണ്ണമായി കത്തിനശിച്ചു. 6 സംസ്ഥാനങ്ങളിൽ നിന്നും കാനഡയിൽ നിന്നും തീയണപ്പു യന്ത്രങ്ങൾ എത്തിച്ചു. തീയണയ്ക്കാനുള്ള തീവ്രശ്രമം തുടരുന്നു. കാറ്റിൻ്റെ വേഗത അല്പം കുറഞ്ഞതുകൊണ്ട് രക്ഷാപ്രവർത്തകർക്ക് അതൊരു വലിയ സഹായമായിരുന്നു. 5 ദിവസത്തിന് ഇപ്പുറമാണ് കാട്ടുതീ കുറച്ചെങ്കിലും ശമനമായത്. എന്നാൽ കാലിഫോർണിയ പ്രദേശങ്ങളിൽ കാറ്റ് ശക്തമാകുന്നു. എന്നാൽ 5 തീ സജീവമായി പടരുന്നു. എന്നാൽ ഇപ്പോൾ കിട്ടിയ വാർത്ത, മരണനിരക്ക് വീണ്ടും കൂടുന്നു. 11-ൽ നിന്നും 13-ലേക്ക് കടക്കുകയാണ് മരണനിരക്ക്. ഈ കാട്ടുതീയെ ശമിപ്പിക്കാൻ മെക്സിക്കോയിൽ നിന്നും ഫയർ ഫൈറ്റേഴ്സിനെ ഇറക്കുമെന്നാണ് പുതിയ ന്യൂസ്. ഒരാഴ്ചയെങ്കിലും ഈ കാട്ടുതീ തുടരുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ന്യൂസ്. ഇതുകൂടാതെ പ്രദേശത്തുണ്ടായ വരണ്ട കാലാവസ്ഥ തീ പടരാൻ കൂടുതൽ കാരണമാകുന്നത്. ജലത്തിൻ്റെ ലഭ്യത കുറവുള്ള പ്രദേശങ്ങളിൽ തീ അതിശക്തമായി പടരുകയാണ്. ഇപ്പോൾ കിട്ടിയ ന്യൂസ്, തീ നിയന്ത്രണ വിധേയമാക്കിയ പ്രദേശങ്ങളിലും തീ പടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സാറ്റലൈറ്റ് പിക്ചർ പ്രകാരം ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന പ്രദേശങ്ങൾ ഇപ്പോൾ വെറും ചാരങ്ങൾ മാത്രം. ഇതുകൂടാതെ കട്ടിയുള്ള പുക യുഎസിൻ്റെ മറ്റു പ്രദേശങ്ങളിലും വ്യാപിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ 1.5 ലക്ഷം ജനങ്ങൾ വൈദ്യുതിയില്ലാതെ ഇരുട്ടിലാണ്. ചൊവ്വാഴ്ച മുതൽ ഇതുവരെയും 5,300 കെട്ടിടങ്ങളാണ് പൂർണ്ണമായും കത്തിനശിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുവരെയും 8% തീയാണ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സാൻ ഗബ്രിയേൽ മലനിരകളിലാണ് രണ്ടാമത്തെ തീപിടുത്തമുണ്ടായത്. ഇവിടെ 3% തീ മാത്രമേ നിയന്ത്രണ വിധേയമായിട്ടുള്ളൂ. ഗ്രാനഡ ഹിൽസ് ഏരിയയിലും ചെറിയ തോതിൽ തീപിടുത്തം ഉണ്ടായി. ലോസ് ആഞ്ചലസിൻ്റെ അതിർത്തിയിലും മറ്റു കാട്ടുതീ ഉണ്ടായെന്ന് റിപ്പോർട്ടുണ്ട്.